സിലബസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊപ്പഗണ്ട മെക്കാനിസമായിട്ട് സിലബസ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകമാണ്. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും അവസാനത്തെ ഹിസ്റ്ററി ക്ലാസ് ആയിരിക്കും 10ാം ക്ലാസ്. അതിനുശേഷം നമുക്കറിയാം കൂടുതൽ ആൾക്കാരും പോകുന്നത് സയൻസോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്കായിരിക്കും. പിന്നെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ വിപ്ലവം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ജോൺ ലോക്കിനെ പറ്റിയിട്ടും തോമസ് പെയിനെ പറ്റിയിട്ടും ജെഫേഴ്സിനെ പറ്റിയിട്ടും അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മൂല്യങ്ങളും ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാർക്സിസ്റ്റുകാരൻ എഴുതിയ ഒരു പുസ്തകമായിട്ടാണ് ഇത് മാറുകയാണ്. അതൊരു ഏകപക്ഷീയമായിട്ടുള്ളൊരു ചിത്രീകരണം ചരിത്രത്തിൻ്റെ ഇതിനകത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് മാവോ ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നു. ഗോർബച്ചോവിൻ്റെ ക്യാപിറ്റലിസം ആണല്ലേ, ഗോർബച്ചോവിൻ്റെ രീതികളാണ് സോവിയറ്റ് യൂണിയൻ തകർത്തതെന്ന് പറയുന്നു. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് എന്നുള്ള രീതിയിലുള്ള ലെനിൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ എഴുതി വെക്കുന്നു. അപ്പോൾ ജെഫേഴ്സണും ലോക്കും വ്യക്തിസ്വാതന്ത്ര്യത്തിനെ പറ്റി പഠിച്ച അവരെ എല്ലാവരെയും ഏകദേശം ഇവരെ പോലെ തന്നെയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അവർ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രമെന്ന രീതിയിൽ കുട്ടിയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്കിത് വളരെ പേഴ്സണലായിട്ട് പ്രശ്നമുണ്ടാക്കിയ ഒരു ചാപ്റ്ററാണ് ഈ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും ഈ കമ്മ്യൂണിസത്തിനെതിരെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതിൽ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോഴും എൻ്റെ രക്തം ഇങ്ങനെ തിളച്ച് മറിയുമായിരുന്നു എന്നുള്ളത്. അതിനകത്ത് ഹിറ്റ്ലറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതുപോലെ മുസോളിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാലിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ഇല്ല. അതായത് അവർക്ക് വേണ്ട ആൾക്കാരെ അവർ മാറ്റി നിർത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശ്നകാരിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ. പക്ഷേ സ്റ്റാലിനെ അവർ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അതേസമയം നാസിസവും ഫാസിസവും ഒക്കെ ഓരോ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. സോഷ്യലിസത്തിൻ്റെ പ്രശ്നമേ പറയുന്നില്ല. അത് പക്ഷേ ആഗോളവൽക്കരണവും മുതലാളിത്തവും എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുപോലെ യാസർ അറാഫത്ത് ഒരു ഹീറോയായിട്ട് അവതരിക്കുന്നു. നമുക്കറിയാം, യാസർ അറാഫത്ത് എന്ന് പറയുന്ന ആളുകൾ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ കണക്ക് തന്നെ ഒരുപാടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരിക്കൽ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. പക്ഷേ കുട്ടികളുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഈ പുസ്തകം എഴുതിയ ആളുടെ രാഷ്ട്രീയം എന്താണോ അത് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി അഥവാ സോഷ്യൽ സയൻസ് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ, ഇത് UGCയുടെ BA എക്കണോമിക്സിലെ പൊളിറ്റിക്കൽ എക്കണോമി പഠിപ്പിക്കുന്ന അതിൻ്റെ സിലബസാണ്, അവരുടെ സിലബസാണ്. അതിൽ ക്യാപിറ്റലിസത്തിനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു റീഡിംഗ് ലിസ്റ്റായിട്ട് 15 പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 15 പുസ്തകങ്ങളിൽ 12 പുസ്തകങ്ങളും മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ എഴുതിയ പുസ്തകങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ക്യാപിറ്റലിസത്തെ പറ്റി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എക്കണോമിക്സ് കഴിഞ്ഞിട്ടും ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മുഴുവൻ മനസ്സിലാക്കിയെന്ന് നമ്മൾ കരുതുന്ന എക്കണോമിക്സ് ബിരുദധാരികൾ പോലും മുതലാളിത്തമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും സോഷ്യലിസം എന്തോ ചക്കര സാധനമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ കാരണം ഇതേപോലെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ എക്സ്പെർട്ടുകൾ എന്ന് വിളിക്കുന്ന പല ആൾക്കാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പഠനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. അവരാ ലോകം ഇത് മാത്രമല്ല ലോകമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളരെ വലിയ തിന്മയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ തന്നെ ഓസ്ട്രിയൻ എക്കണോമിക്സും ഉണ്ട്, കെയ്നീഷ്യൻ എക്കണോമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അനുകൂലിക്കുന്നതാണ്. ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള എക്കണോമിക്സാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മളുടെ എക്കണോമിക്സ് സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്ന് പറയുന്ന സംഭവമേ കാണാൻ കഴിയില്ല. കെയ്നീഷ്യൻ എക്കണോമിക്സ് ആണ് മുഴുവനുള്ളത്. അങ്ങനെ ഒരു സംഭവം പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, ഈവൻ MBA സിലബസിൽ പോലും ഈ ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്താണെന്നൊന്നും കുട്ടികളാരും പഠിക്കുന്നൊന്നുമില്ല. അവരെല്ലാവരും പഠിക്കുന്നത് കെയ്നീഷ്യൻ എക്കണോമിക്സ് മാത്രമാണ്. അപ്പോൾ അത് പഠിച്ചിറങ്ങി ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ രാജ്യത്തെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ട്രഡീഷൻസിനെയോ പാരമ്പര്യത്തെയോ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫോർമേഷനും കുട്ടികൾക്ക് എത്തരുത് എന്നുള്ള രീതിയിലാണ് സിലബസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഞാൻ ഇവരൊഴിവാക്കുന്ന ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റാണ് മീസസിൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയുള്ള ഒരു കോട്ട്. എഡ്യൂക്കേഷൻ റിയേഴ്സ് ഡിസിപ്പിൾസ്, ഇമിറ്റേറ്റേഴ്സ് ആൻഡ് റുട്ടീനിസ്റ്റ്, നോട്ട് പൈനേഴ്സ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ക്രിയേറ്റീവ് ജീനിയസസ്. The schools are not nurseries of progress and improvement, but conservatories of tradition and unvarying modes of thoughts. അതായത് എഡ്യൂക്കേഷൻ വഴി ഗവൺമെൻറ്റുകളും അവിടുത്തെ സംസ്കാരങ്ങളും എല്ലാം ശ്രമിക്കുന്നത് എല്ലാം പറഞ്ഞാൽ അനുസരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പുതിയ ചിന്തകളുമായി മുന്നോട്ട് വരുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയല്ല വിദ്യാഭ്യാസം എന്നാണ്. അതുപോലെ റസ്സൽ പറഞ്ഞൊരു കോട്ടാണ്, മെൻ ആർ ബോൺ ഇഗ്നോറൻറ്റ് നോട്ട് സ്റ്റുപ്പിഡ്, ദേ ആർ മേഡ് സ്റ്റുപ്പിഡ് ബൈ എഡ്യൂക്കേഷൻ എന്നുള്ളത്. നമ്മളെല്ലാവരും ജനിക്കുന്നത് അറിവില്ലാത്തവരായിട്ടാണ്, പക്ഷേ വിഡ്ഢികളല്ല. നമ്മളെ വിഡ്ഢികളായി മാറ്റുന്നത് വിദ്യാഭ്യാസമാണ്.